ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. ഇപ്പം ഇന്നത് അതാ ഒരു രാവിലത്തെ കേട്ടോ. ഞാൻ രാവിലത്തെ കാണിക്കലില്ലല്ലോ അല്ലേ. രാവിലെ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നല്ല പുട്ടും നല്ല കടലക്കറിയും, തേങ്ങ വറുത്തരച്ച കടലക്കറിയും, പിന്നെ നമ്മളെ ചായയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ നാളെ വെള്ളിയാഴ്ച, ഇത് വ്യാഴാഴ്ച എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ ജോലി കഴിഞ്ഞു കേട്ടോ. അവിടെ ക്ലീനാക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാവിലെ ചെറിയൊരു നാസ്ത പരിപാടി, ഉച്ചക്കോൽക്ക് പാർട്ടി ഉണ്ട്. അപ്പം എനിക്ക് വേഴം ശനിയാഴ്ച അധികം ഫുഡ് വേണ്ട കേട്ടോ. ഒന്നില്ലെങ്കിൽ ഓല് പുറത്തായിരിക്കും, ഒന്നില്ലെങ്കിൽ ഓൽക്ക് എന്തെങ്കിലും കാര്യങ്ങളോ പിന്നെ പാർട്ടിയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് സുഖമാണ്. പിന്നെ അപ്പം ഞാൻ നേരത്തെ വന്നിട്ടോ. രാവിലെ 5:30 പോയി വേഗം വന്നു. ഫുഡും ഉണ്ടാക്കി അവിടെ ക്ലീനാക്കി കൊടുത്തിട്ട് വന്നു. പിന്നെ അപ്പം എല്ലാവരോടും ഇത് ഞാൻ അവിടെ മാറ്റി വെക്കട്ടെ, ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ കഴിക്കണം, പക്ഷെ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ കുറേ അപ്പം പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് 10,000 സബ്സ്ക്രൈബറായി. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് 10,000 സബ്സ്ക്രൈബർ ആയത്. ഞാൻ 2 കൊല്ലം, ജനുവരി വന്ന 2 കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ സബ്സ്ക്രൈബർ എല്ലാം ആയിട്ടുള്ളത്. അത് നിങ്ങളൊരു മനസ്സുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളെ സപ്പോർട്ട് അങ്ങോളം വേണം. അപ്പം ഇൻഷാല്ലാ ഞാൻ എനിക്ക് കഴിയുന്ന വീഡിയോ ഇടുകയുള്ളൂ. ഞാൻ ഇവിടുത്തെ അധികം ഫുഡും കാര്യങ്ങളെല്ലാം ഇടണമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനോ ഇതാക്കാനോ നിങ്ങൾക്ക് ഇവിടെ വിദേശത്തുള്ളവർക്ക് അറിയാം. ടാക്സിക്കെല്ലാം അത്രയും പൈസയാണ്. നമ്മളൊന്ന് അവിടെ പോകുമ്പോഴത്തേന് 10-15 ഉറുപ്പ്യാവും. പിന്നെ തിരിച്ച് വരുമ്പോഴും ആവും. അപ്പം നമ്മളടുത്ത് അങ്ങനെ അത് ഇല്ലാത്തതുകൊണ്ട് ടാക്സി പൈസ. പിന്നെ ആരെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ സുഖമാണ്. അവിടെ പോയി വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കുക. അതിനുള്ള ഇതൊന്നും ഇല്ല. അപ്പം എൻ്റെ റൂമിൽ എനിക്ക് എന്താണോ നിങ്ങളെ മുന്നിൽ പിന്നെ എത്തിക്കാൻ പറ്റുന്നത്, അതാണ് ഞാൻ എത്തിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഞാൻ എപ്പോഴെങ്കിലും എല്ലാം എടുക്കുന്ന വീഡിയോ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യലുണ്ടാവുക. ഇപ്പോൾ ഞാൻ ഇന്ന് വ്യാഴാഴ്ച പുട്ടാണ്. ഇന്ന് കറക്റ്റ് 28-ാമത്തെയാണ്. ഇപ്പോൾ രാവിലത്തെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്ന് ഇപ്പോൾ സെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്തണം. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങളടുത്ത് എത്തുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളടുത്ത് തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. പിന്നെ വേർഡ് കമൻറ്റ് ഇടുന്നതോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്കെല്ലാം വേർഡ് കമൻറ്റ് ഇടുമ്പോൾ കിട്ടുന്ന അതിൽ നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടോ, നിങ്ങൾ സന്തോഷിച്ചോളി. ഞാൻ അത്രേ കരുതുന്നുള്ളൂ. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടുന്നവരും ഇടും, നല്ല വാക്ക് പറയുന്നവരോ നല്ല വാക്ക് പറയൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇടുന്നവരും ഇട്ടോളി വേർഡ് കമൻറ്റ്. അത് എല്ലാവർക്കും ഒരേ സ്വഭാവമല്ലായിരിക്കുമല്ലോ അല്ലേ. അതൊന്നും എനിക്കൊരു ടെൻഷനുള്ള കാര്യമില്ല. എനിക്ക് നിങ്ങളോടും ഈ വേർഡ് കമൻറ്റ് ഇടുന്നവളോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൽ ആരെയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ടോ വെറുപ്പ് സമ്പാദിക്കാനോ അല്ല വന്നത്. എല്ലാവർക്കും അറിയാം, ഒരു യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിലാ ലക്ഷ്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എനിക്ക് ആയുസ് ആഫിയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയാൽ ഏത് കാലത്ത് എത്ര വർഷം കഴിഞ്ഞിട്ടാ കിട്ടുക എന്നൊന്നും അറിയാൻ പറ്റൂല. കിട്ടിയാൽ എനിക്കൊരാ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാഹ് അത്രേ ഞാൻ പറയണുള്ളൂ. അപ്പോൾ പിന്നെന്താണ്, പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചൂടെന്ന്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല പ്രായത്തിൽ നമ്മളോട് പിന്നെ എന്താ പറയുക, നമ്മളോട് ഒരു കല്യാണം കഴിച്ചോ, എനിക്കൊരു വേറൊരു ജീവിതം വേണ്ടേ എന്ന് പറയാൻ ആരുണ്ടായിട്ടുമില്ല. ഇപ്പോൾ നമ്മളെ മോള് പറയുന്നുണ്ട് വേറൊരു കല്യാണം കഴിച്ചോന്ന്. പക്ഷെ ഞാൻ ഈ നിമിഷം വരെ അത് ചിന്തിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു ജീവിതം എന്നെല്ലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ
നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മൾ നിറവേറ്റുന്നില്ല. നമുക്കിപ്പോൾ വീടില്ല, കാര്യങ്ങളില്ല, സ്ഥലമില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിൽ നമ്മളെ ജീവിതം നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്ത് കല്യാണം? അപ്പോൾ എനിക്ക് എല്ലാവരോടും കൂടി ഈ ചോദിക്കുന്നവരോട് ഞാൻ പറയണേ, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. വേറൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, ആഗ്രഹമില്ല. നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയോടൂ. ആരും ചോദിക്കാണ്ടായിട്ടില്ല നിനക്കൊരു ജീവിതം വേണ്ടേ. ഇന്ന് വരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ആര്? നമ്മളെ കുടുംബത്തുനിന്നോ, ഉമ്മാൻ്റെ കുടുംബത്തുനിന്നോ, വാപ്പാൻ്റെ കുടുംബത്തുനിന്നോ ഞാൻ ആരും ചോദിച്ചിട്ടില്ല. ഓല് നമുക്കൊരു ജീവിതം, എന്താ പറയുക, ജീവിതം അത് പോട്ടാത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ഇനിയൊരു ജീവിതം വേണ്ട കേട്ടോ. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഇത്രയും വയസ്സായില്ലോ. 17 വയസ്സ് തൊട്ടിട്ട് ഒറ്റപ്പെട്ടില്ലേ. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ. ഒന്നും ഈ നിമിഷം വരെ നല്ലതൊന്നും ആരടുത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആരും വിശ്വാസവും ഇല്ല. എനിക്ക് ഇനി കല്യാണം വേണ്ട. ഒരു മോളെ നോക്കാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താക്കുക, വേറൊരു കല്യാണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എൻ്റെ മോളെ കൂടെ, മോളെ കുട്ടീൻ്റെ കൂടെ, എൻ്റെ ഉമ്മാൻ്റെ കൂടെ, എൻ്റെ ഉമ്മാൻ്റെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുക എന്നേ ആഗ്രഹമുള്ളൂ. വേറൊരു ആഗ്രഹവും ഇല്ല. പിന്നെ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതിനോട് വെറുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ വെറുപ്പുണ്ട്. പക്ഷെ എനിക്കൊരു മോളെ തന്നതിന് അൽഹംദുലില്ലാ ഞാൻ സന്തോഷമാണ്. എനിക്ക് നല്ലൊരു മോളെ കിട്ടി. പക്ഷെ ഓനിക്ക് ജീവിതത്തിൽ ഞാൻ ദുനിയാവിൽ മാപ്പ് കൊടുക്കില്ല. ഞാൻ ഒന്നും അറിയാത്ത പ്രായമായിരുന്നു അല്ലേ. ഇന്നെല്ലാണെങ്കിൽ നമുക്ക് ഓക്കെ. ഇന്ന് നമുക്ക് എന്താണ് ഏതാണ് എന്നെല്ലാം അറിയാം. അന്നും ഒന്നും തിരിയാത്ത പ്രായത്തിലാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളോനെ വിട്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിനോട് നമ്മൾ ഒരിക്കലും മാപ്പ്. ഓനെ ഏതെങ്കിലും ഓനെ നാട്ടിൽ നിന്ന് കാണാതിരിക്കില്ലേ. ഈ ലോകം മൊത്തം ഈ വീഡിയോ കാണുന്നല്ല. അവനക്ക് ഞാൻ മാപ്പില്ല. പിന്നെ ഇതെല്ലാം പറയാനുള്ള. അപ്പം നമുക്ക് 10,000 കുടുംബങ്ങളായി. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായില്ലേ. എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഇത്ര ആവുമെന്ന്. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളുമില്ല. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞേന്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ സ്ഥിരമായിട്ട് ഈ നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഞാൻ ജൂലൈ 29 വന്നത്. ജൂലൈ കൂട്ടണ്ട, ജൂലൈ ആഗസ്റ്റ്. ഈ ഒരു ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറാണ്. ഇപ്പം നവംബർ ആയില്ല. 4 മാസം. പിന്നെ 29-ാം തീയതി 4 മാസം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഈ 4 മാസം കൊണ്ടാണ് ഞാൻ എന്താക്കണത്, കഠിനമായിട്ട് വീഡിയോ ഇടുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന്. പഠിച്ച റബ്ബ് നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാകും. നിറവേറ്റട്ടെ. ഒരു നല്ല കാര്യത്തിനാണ്. പഠിച്ചവനെ നിറവേറ്റട്ടെ. അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഒരു സമാധാനം, നമ്മളോട് സുഖമാണോ, കാര്യമാണോ, ഷായി എന്താ കാട്ടുന്നത്, ഫുഡ് കഴിച്ചു, ഇതെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് അത് കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഇനി കമൻ്റ് ഇടുന്നവരോടാണ്, എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ല. അത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. ഇനി അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ എൻ്റെ ഒരു തീരുമാനമാണ്, ഞാൻ കല്യാണം കഴിക്കൂലെന്ന്. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കും പോലെയല്ല നമ്മൾ ഇത് പോകണം. നമ്മളൊന്ന് വിചാരിക്കും, പടച്ചറബ് വേറൊന്ന് ആണ് നമ്മളെ ജീവിതത്തിലേക്ക് തരുന്നത് അല്ലേ. ഇനി പടച്ചറബ് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ എൻ്റെ തീരുമാനം, എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടാവില്ല. ഇനി കുട്ടികളായിട്ടെല്ലാം അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കാം. ജീവിതമെല്ലാം പോയിടോ. ജീവിതം നായി നക്കിയോളാ. ജീവിതത്തിൽ ഒന്നും സ്നേഹം എന്താന്ന് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ജീവിതമെല്ലാം പോയി. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതം മറന്നുപോയോളാം ഞാൻ.
അതുകൊണ്ട് എന്താണ് ഇന്ന് നമുക്കൊരു വീടുണ്ട്, ആരും നമ്മളെ പിടിച്ച് പുറത്താക്കൂല. നമുക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് പോയാലും നമുക്ക് കയറി ഇരിക്കാനുള്ളൊരു സമാധാനം ഉണ്ട്. ഇന്ന് നമ്മളെ ഉമ്മാരും മോളെല്ലാം സുഖത്തിലിരിക്കുന്നുണ്ട്. നമുക്ക് ജീവിതം ഇല്ലാന്നേ ഉള്ളൂ. നമുക്ക് ആ ജീവിതം എന്താന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഓട്ടപ്പായ്ച്ചലല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട്, പട്ടിണി മാറ്റാൻ, പിന്നെ പട്ടിണി ആദ്യം വിശപ്പ് മാറ്റാൻ വേണ്ടി, പിന്നെ വീടുണ്ടാക്കണം എന്നുള്ളു, പിന്നെ മോളെ പഠിപ്പിക്കണം, പിന്നെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന്. അതിൻ്റെ അടുക്ക് കുടുംബങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ, അവരെല്ലാം നോക്കണം എന്നുള്ള ചിന്ത. അപ്പം ഇതെല്ലാം ആയപ്പോത്തിന് എൻ്റെ ജീവിതം മറന്നുപോയി. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി ജീവിതത്തിൽ എനിക്കൊരു കല്യാണം ഉണ്ടാവില്ല. അപ്പം ആരും പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ അറിയിക്കും. അത് എന്തായാലും ഞാൻ അറിയിക്കും, അറിയിക്കാതെ നിൽക്കൂലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം. ഇനിയിപ്പോൾ കല്യാണമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഫുഡ് കഴിക്കണതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് പറയാനാണ് വന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിച്ചുകൂടെ താത്ത, നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നുകൂടെ എന്ന്. എനിക്ക് കല്യാണം വേണ്ട. അതുകൊണ്ടാണ് ഇനിയൊരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാനിങ്ങനെ എല്ലാവരും നോക്കി ഇങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബങ്ങളിൽ നിന്നല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ പാവപ്പെട്ടവർക്കും കൊടുക്കണം എന്നുണ്ട്. നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഓർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ആകുന്നില്ല, ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാലും പഠിച്ച റബ്ബേ എവിടെയെങ്കിലും അസുഖം കാര്യങ്ങളെന്നുണ്ടെങ്കിലും 500 ആണെങ്കിൽ 500 എന്താ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എൻ്റെ മോളോട് ആ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് മോളെ ഇതിൽ ഇട്ട് കൊടുക്കുകയെന്ന് പറയലുണ്ട്. അപ്പോൾ പാവപ്പെട്ടവർക്ക് പിന്നെ എന്താക്കുക കൊടുക്കണം എന്നുണ്ട്. എൻ്റെ കുടുംബങ്ങളെ നോക്കണം, എല്ലാം ഉണ്ട്. പഠിച്ചവന് എല്ലാം നിറവേറ്റി തരട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിദേശത്ത് വന്നവർക്കായിരിക്കും ഇങ്ങനെല്ലാം ഒരുപാട് ചിന്തകൾ ഉണ്ടാകുക അല്ലെ. മറ്റുള്ളവരെ നോക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അതെന്താന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ കഷ്ടപ്പാടുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് നല്ല മിക്കവാറും ആൾക്കാർക്കും ഒരു എന്താ പറയാ, മറ്റുള്ളവരെ നോക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഒരു രോഗം വന്നാലും, ഒരു പാവപ്പെട്ടവരാണെങ്കിലും എന്തെങ്കിലും യൂട്യൂബിലെല്ലാം വന്നാലും ഇത് അക്കൗണ്ടിലേക്ക് 500 ആണ് 500 അല്ല 200 ആണ് 200 കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ള വിദേശത്തുള്ള ആൾക്കാർക്കല്ല ഭയങ്കര മനസ്സലിവ്. അത് നമ്മളെ കഷ്ടപ്പാടുകൊണ്ടായിരിക്കും. നമ്മളെല്ലാവരും വിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു തോന്നലില്ല. പഠിച്ചവന് എല്ലാവർക്കും അങ്ങനെ തന്നെ നല്ലൊരു മനസ്സ് കൊടുക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ. അപ്പോൾ എനിക്ക് കല്യാണം ഇനി ഇല്ല.